Hello guys, welcome back to my YouTube channel. ഓക്കെ, പ്രത്യേകിച്ച് എനിക്ക് പറയാൻ എന്തോന്ന് വെച്ചാൽ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വന്നിട്ടാണ്. അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു പോയടുത്തൊക്കെ. അന്നേരം ഞാൻ വിചാരിച്ചു അൺബോക്സിംഗ് ആണ്. ഞാൻ ഇതുവരെ ഒന്നും തുറന്നു നോക്കിയിട്ടില്ല. ബാഗ് ജസ്റ്റ് സിപ്പൊക്കെ തുറന്നു നോക്കി. ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് തന്നെ വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ടൈപ്പ് വാട്ടർ ബോട്ടിലാണ്. സോ ഇത് ഇങ്ങനെ തുറന്നാൽ നമുക്ക് വെള്ളം നിറയ്ക്കാനൊക്കെ പറ്റും. സോ ഇത് ഞാൻ ലാസ്റ്റ് വെള്ളം നിറച്ചിട്ട് കാണിച്ചു തരാം. സോ ഇത് നമുക്കിവിടെ വെക്കാം. അടുത്തെന്ന് വെച്ചാൽ എൻ്റെ ബാഗാണ്. ഇത് വേണ്ട, ഇത് സഫാരി ബാഗാണ്. ഓക്കെ, സോ ഇത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള നോർമൽ ടൈപ്പാണ് വാങ്ങിയത്. എനിക്ക് പിങ്ക് അങ്ങനത്തെ നോടൊന്നും എനിക്കത്ര താല്പര്യം തോന്നിയില്ല. സോ പിങ്ക് അങ്ങനത്തെയാണ് ഒക്കെ. ഇതിൻ്റെ സിബ്ബറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉണ്ടാവും ഇതിൻ്റെ ഒക്കെ റേറ്റ് എന്നൊക്കെ വരുന്നത് 1000 സംതിങ് ആണ് വരുന്നത്. 1395. എന്തോ 70% ഓഫ് ഉണ്ട്. അങ്ങനെ നമുക്ക് 70% ഓഫ് കിട്ടി. സോ ഞാൻ പൈസ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലെയിൻ ആണെങ്കിൽ ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതേപോലെ ഇതിന് സ്പെഷ്യൽ സാധനം കാണിച്ചു തരാം. സോ ഇത് നമ്മളിങ്ങനെ തിരിക്കും. അന്ന് ഇവിടെ സിബ്ബർ കാണും. അല്ല, അതിന് ലാസ്റ്റ്. സോ നമുക്ക് നിങ്ങൾ കാണുന്നത് അതിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു വാറൻറ്റി കാർഡുണ്ട്. സോ 1 year വാറൻറ്റി ഉണ്ട്. സോ ഇതുണ്ട്. സോ സഫാരിയുടെ ബാഗാണ് ഇത്. ലാപ്ടോപ്പിൻ്റെ പോലത്തെയാണ്. ഇതിൽ നമുക്ക് ലാപ്ടോപ്പൊന്നും കൊണ്ടുപോകണ്ട, ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ടെക്സ്റ്റ് ആകെ 4 ടെക്സ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ചില ദിവസം മാത്രമേ 5 6 ടെക്സ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. നോട്ട് ബുക്സാണ് കൂടുതലും ഉണ്ടാവുക. ഇതിൽ 3 rows ആണ് ഉള്ളത്. സോ ഓരോ ഇതിലും 2 സിബ്ബർ വെച്ചിട്ടുണ്ട്. ഇതിൽ 2 ഇല്ല. 2 ഉണ്ടോ? ഉണ്ട് ഗൈസ്. ഇതിൽ 2 ഇല്ല, പക്ഷേ ഇത് 2 2 ഉണ്ട്. സോ നമുക്കിനി ഇത് തുറക്കാം ഗൈസ്. സോ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. സോറി, ഇത് അടിവരെ ഉണ്ട്. അത് ക്യാമറ കാണിക്കാൻ കുറച്ച് പാടാണ്. സോ നമുക്ക് ഈ ഒരു 3rd row ഓപ്പൺ ആക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത് ഫസ്റ്റ് റോ ആയിരിക്കും. സ്റ്റിൽ അവർ ഫ്രീ ആയിട്ട് ഇതൊക്കെ തരും. ഇതെനിക്ക് വേറൊരു കവറിലാണ് കിട്ടിയത്. ബട്ട് അതിലേക്ക് ഇട്ട് വെച്ചു. ഇങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. സോ ഇന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സിബ്ബറുണ്ട്. കാണിച്ചുതരാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ സാധനം വെച്ചിട്ടുണ്ട്. കോട, അഫ്കോഴ്സ് കോടേൻ്റെ ആണ്. സോ എല്ലാം ഞാൻ ഏകദേശം മാച്ചിങ് ആണ് എടുത്തത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം കണ്ടാലും മനസ്സിലാവും. സോ ഈ വർഷം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. കണ്ട ഇങ്ങനൊരു ഡിസൈനിലാണ് വരുന്നത്. ക്യാമറയിൽ ഫുള്ള് കാണിക്കാനാവുന്നില്ല. സോ നമുക്ക് ഇത്ര ചെറുപ്പം. ഇത് അത്യാവശ്യം വലിയതാണ്. എനിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വലുതാണ്. ബട്ട്
സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇത് 3 ഫോൾഡിൻ്റെയാണ്. ആരും വേഗം മോശമായില്ലേ 5 ഫോൾഡ് വാങ്ങിയാലെന്നൊന്നും ചോദിക്കേണ്ട. ഇത് 3 ഫോൾഡാണ്. സോ നമ്മൾ ചോദിച്ചിട്ട് തന്നെയാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് മോശമാവില്ല എന്നാണ് ഒരത്. സോ അടുത്തതെന്ന് വെച്ചാൽ ഇത് ബാഗ് കഴിഞ്ഞിട്ടില്ല. ഇത് ഫ്രണ്ടിലത്തെ ഈ ഒരു സിബ്ബറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഇവിടെ ഒരു സിബ്ബറുണ്ട് അല്ലോ, ഈ ഒരു സിബ്ബറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബാക്കിയെല്ലാം നോർമൽ സിബ്ബർ പോലത്തെയാണ്. സോ നമുക്കിനി ഈ സിബ്ബർ തുറക്കാം. ഇതിൽ മൊത്തം ചെറുതും വലുതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 2 3 4 5 സിബ്ബേഴ്സ് വരുന്നുണ്ട്. സോ ഇത് കുറച്ച് സ്മോളാണ്, ഇത്രയുള്ളൂ. സോ ഇത് അടയ്ക്കാം. ഇനി നമുക്ക് ഇത് തുറക്കാം. ഇതിൽ നമ്മുടെ പൗച്ച് അങ്ങനത്തെ ഒക്കെ വെക്കാൻ വേണമെങ്കിൽ എൻ്റെ പൗച്ച് തന്നെയുണ്ട്. ഇത്ര ഞാൻ സ്കൂളിലത്തെ ഫസ്റ്റിൻ്റെ പാക്കിങ് പറ്റിയെങ്കിൽ ചെയ്യാം. അന്നേ ഞാൻ പൗച്ചും കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ തന്നെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഈ ബാഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഗൈസ്. സോ ഇവിടെ ഒരു സിബ്ബറുണ്ട്. ആ സിബ്ബർ സോ നമുക്കിങ്ങനെ തുറക്കാം. ഇവിടെ എന്തൊക്കെ വെക്കാനാണെന്ന് എനിക്കറിയില്ല. അത് ഇനി നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാൻ ഈ ഒരു സ്പേസ് ഉണ്ട്. സോ ഇത് ബുക്കൊക്കെ വെക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഇങ്ങനെയായി നിൽക്കും, അങ്ങനെ കറക്റ്റ് ഉണ്ടാവും. ഞാൻ വാട്ടർ ബോട്ടിലല്ല വെക്കുന്നത്. സോ ഇത് വാട്ടർ ബോട്ടിൽ വെക്കാൻ കുറച്ച് പാടാണ്. ഞാൻ നേരത്തെ ഇട്ട് നോക്കിയായിരുന്നു, പക്ഷെ കുറച്ച് ടൈറ്റാണ്. സ്റ്റിൽ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. സോ ചിലപ്പോഴേ ഇടാൻ പറ്റില്ല. നേരത്തെ ഞാൻ വേറൊരു വാട്ടർ ബോട്ടിൽ ഇട്ടിട്ടാണ് നോക്കിയത്. ആവില്ല ഗൈസ്. ഇത് ഭയങ്കര വലുതാണ്, ക്യാമറയിൽ കാണുന്ന പോലെയല്ല. സോ ഈ ഒരു ബാഗ് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് കാണിച്ചു തരാം. ഇതാണോ ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബാഗിൻ്റെ റെയിൻ കോട്ട് പോലത്തെ സാധനമുണ്ട്. അത് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഞാനിപ്പോൾ പുറത്തെടുക്കുന്നില്ല. സോ ഇനി നമുക്ക് കിറ്റ്. ഇതാണ് എൻ്റെ കിറ്റ് എന്ന് പറയുന്നത്. കിറ്റും കൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എല്ലാം മാച്ചിങ്ങായിട്ട് എടുത്തതാണ്. സോ ഞാനൊരു പൗച്ച് എടുത്തിട്ടുണ്ട്, ഒരു സാനിറ്റൈസേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. സോ സാനിറ്റൈസർ മീൻസ് എപ്പോഴും അടിക്കാനല്ല, ലൈക്ക് പീട്ടിക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ. സോ ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇത്രയും ചെറുതല്ലേ എന്നൊക്കെ, ബട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇത് കണ്ടോ ഈ ഒരു സാധനം. ഇത് നമ്മൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇവിടെ ഒരു പാത്രം വരുന്നുണ്ട്. ഇതിൽ കണ്ടോ ലൈറ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കറികളൊക്കെ കൊണ്ടുപോവാം. സോ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ദോശയൊക്കെ മടക്കിയും ഇഡലിയൊക്കെ വെക്കാം. സോ ഇത് തുറക്കാൻ നല്ല ഈസിയാണ്, പക്ഷേ അടയ്ക്കുമ്പോൾ ഏതായാലും ടഫാണ്. നമ്മൾ നേരെ വെച്ചിട്ട് അടച്ചില്ലെങ്കിൽ അത് പോയി. സോ ഇത് വേഗം തുറന്നിട്ട് എടുക്കാനൊക്കെ ഈസിയാണ്. സോ ഞാൻ ആ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ എടുത്താണ്, ബിക്കോസ് ഇതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് ലാസ്റ്റ് പറയാം. സോ ഇതാണ് ഇത്. സോ ഇതെനിക്ക് സ്നാക്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ലൈക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ലൈക്ക് പി ടിയിലൊക്കെ ദിവസമാണ് ഞാൻ കൂടുതലും കൊണ്ടുപോകാറ്.
സോ അത് ഈ കിറ്റ് അത്യാവശ്യം തന്നെ നല്ല പോലെ സ്പേഷ്യസ് ആണ്. ഇതിലാണ് ഞാൻ വന്നപ്പോൾ ഈ പൗച്ച്, കൊട, വാട്ടർ ബോട്ടിൽ അതൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അതങ്ങോട്ട് മാറ്റിയതാണ്. ഇതിന് 2 സിബ്ബേഴ്സ് വരുന്നുണ്ട്. സോ വേണ്ട, നമ്മൾ പയ്യന്നൂർ തന്നെയുള്ള ബാഗ് ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ വാങ്ങിയത്. സോ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ വേണേൽ വെക്കാം. ഇതാകുമ്പോൾ നല്ല ബിഗാണ്. സോ നമുക്ക് ഈസി ആയിട്ട് വാട്ടർ ബോട്ടിൽ പോകും. കണ്ടോ, ഇതാകുമ്പോൾ അത്ര ഉണ്ടോ. ഇത് പക്ഷെ നമുക്ക് ഇവിടെ വെക്കാനാവില്ല. ഓട്ടോയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഓട്ടോയ്ക്കാണ് പോവാറ്. സോ നമുക്ക് നോക്കാം. ഇത് അങ്ങനെന്തോ അല്ല, എമിനിൻ്റെ ഇതാണ്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റ് പറയാം. ഇതിൻ്റെ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞാലുണ്ട്. 1395. 70% ഓഫ് ഉണ്ട്. ആണോ, ഇനി പറയുന്നത് കൊട ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇതിനെന്ന് പറയുന്നത് ഞാൻ ടാഗ് പറിച്ചു ഇവിടെ ഉണ്ട്. സോ 84 അതാണ്, ഡിസ്കൗണ്ട് ഒന്നുമില്ല. സോ ഈ കൊട എന്ന് പറയുന്നത് 455 ആണ്. സോ 455. കിറ്റിന് വരുന്നത് 649 ആണ്. പിന്നെ ഈ ലഞ്ച് ബോക്സിന് 399 ആണ്. ഇതിനെന്ന് പറയുന്നത് 245. ഇതിനൊന്നും ഡിസ്കൗണ്ട് ഇല്ല ഗൈസ്, ക്ലിയർ ഇല്ല ഗൈസ്, സ്റ്റിക്കർ ക്ലിയർ ഇല്ല. 400 സംതിങ് ആണ്. 400 അല്ല, 300 സംതിങ് ഉണ്ടെന്ന് ഉറപ്പുണ്ട് ഗൈസ്. ഇനി ഏതാള്ള ഇനിയൊന്നുമില്ല. സോ ഷോപ്പ് ചെയ്യാനൊന്നുമില്ല. എനിക്ക് പെൻസിൽസ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭയങ്കരമുണ്ട്. സോ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു പൗച്ചും കൂടി വാങ്ങിയായിരുന്നു. അല്ല, 84 അല്ല ഗൈസ്, 89 ആണ്. ഇത് എനിക്കല്ല. സോ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തന്നുള്ളൂ. ഇത് 20% ഓഫ് ഉണ്ട്, വെറുതെ അല്ല. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇത് നല്ലുണ്ട്. ഞാൻ ആദ്യം ഇതാണ് എടുത്തത്. പിന്നെ ഞാൻ ഇത് കണ്ടു. എന്നാൽ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി മാച്ച് കഴിഞ്ഞാൽ നല്ലുണ്ടാവും. സോ അതാണ് ഞാൻ എടുത്തത്. ഇനി നമ്മൾ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. ഇതാണ് സ്കൂൾ ബാഗ് പാക്കിംഗ് ആണ്. അത് തലേ ദിവസം വൈകുന്നേരമാണ്, ആഫ്റ്റർനൂണൊക്കെയാണ് ഉണ്ടാവുക. ബിക്കോസ് ഞാൻ ആഫ്റ്റർനൂണാണ് ബാഗ്സൊക്കെ പാക്ക് ചെയ്യാറ്. സോ പിന്നെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് എടുക്കാൻ നോക്കാം, ജസ്റ്റായി. ഓക്കെ, അതുവരെ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. അതുവരെ ദിസ് ഇസ് ലക്ഷ്മി പാർവതി സൈനിങ് ഓഫ്.